പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പൽ ഇറാൻ ആക്രമിച്ചതോടെയാണ് കാര്യങ്ങൾ വീണ്ടും കൈവിടുന്നത്. ഇറാന്റെ അധികാരം ഒഴിവാക്കി ഒമാൻ ബദൽ കപ്പൽ പാത തുറന്നതാണ് ആക്രമണത്തിന് കാരണം. സമാധാന കരാർ ലംഘിച്ച് ലബനിലേക്കുള്ള ഇസ്രയേൽ ആക്രമണവും തുടരുകയാണ്. ഇതിനിടയിൽ യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഇറാൻ ആണവായുധം ഉപയോഗിക്കുമായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. And the strait's already open, and we're setting records of the strait. But we had to do that. We cannot let Iran have a nuclear weapon. You want to see problems, right? You know that. You want to see problems? You give them a nuclear weapon. They'll use it within the first hour, and we're not going to let that happen. So we did that. They will not have a nuclear weapon, and they've agreed to that, 100% agreed to that. Yes. ഇതാണ് സാഹചര്യം. വിനോദ് ചേരുന്നു. വിനോദ്, പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് 2-3 രാജ്യങ്ങൾക്കിടയിലെ വിഷയമല്ല. ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക ക്രമങ്ങളെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. സമാധാനം തിരികെ വരുന്നു, അങ്ങനെ ലോകക്രമങ്ങൾ പഴയപടിയിലാകുന്നു എന്ന പ്രതീക്ഷയിലെ ഇടയിലാണ് ഈ സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇത് സംബന്ധിച്ച് പഴയ അവസ്ഥയിലേക്കുള്ള ഏറ്റുമുട്ടൽ മാറാനുള്ള സാഹചര്യമുണ്ടോ? സൈത്ത്, ഈ സമാധാന കരാറിന് കടലാസിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു സമീപനമാണ് തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒമാൻ തീരത്താണ് ഇങ്ങനെ ചരക്ക് കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ പതാകയുള്ള കപ്പലാണ്. ലൈബീരിയയിലേക്ക് യാത്ര ചെയ്യുന്ന കപ്പലായിരുന്നു. ഇതിന് പ്രകോപനത്തിന് കാരണം ഒമാൻ ബദലായി ഒരു കപ്പൽ പാത തുറന്നു എന്നത് തന്നെയാണ്. ഈ ഹോർമൂസിൽ ഇറാനുണ്ടായിരുന്ന പരമാധികാരം അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മറ്റൊരു റൂട്ട് ഇതേ കടലിടുക്കിൽ കൂടി തന്നെ, എന്നാൽ ഇറാൻ്റെ തീരത്തേക്ക് പോകാതെ ഒമാൻ തീരത്തു കൂടിയുള്ള ഒരു പുതിയ കപ്പൽ പാത. ഈ കപ്പൽ പാത വന്നതോടുകൂടി ഇറാന് ഹോർമൂസിലുള്ള അപ്രമാദിത്വം നഷ്ടമാകുമെന്ന ആശങ്കയുണ്ട്. ഇതിൻ്റെ പ്രതികരണമായാണ് ഇപ്പോഴത്തെ ആക്രമണത്തെ കാണേണ്ടത്. ഇതിൽ അമേരിക്കയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതേസമയം ഇസ്രയേൽ തുടർച്ചയായി ലെബനിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട്. അത് ഈ കപ്പലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ ആക്രമണം നടക്കുകയാണ്. ഈ കടലാസിൻ്റെ വില പോലും ഇല്ലാതെ ഈ കരാർ മാറുന്നു എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടു. അത് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത് കരാർ യാഥാർത്ഥ്യമായതിനു ശേഷമാണ്. അതായത് വെടിനിർത്തലിലേക്ക് രാജ്യങ്ങൾ പോവുകയും സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ തുടരുകയും മറ്റൊരു 60 ദിവസത്തിന് ശേഷം പുതിയ കരാറിലേക്ക് എത്തുമെന്നും ധാരണയായ ശേഷമാണ് ഇങ്ങനെ 7 പേർ ലെബനനിൽ കൊല്ലപ്പെടുന്നത്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഹോർമൂസിൽ മറ്റൊരു കപ്പൽ പാത ഉണ്ടായതിൻ്റെ പേരിൽ ഒമാനിലേക്ക് ആക്രമണം നടക്കുന്നു. ദാഹിദ് തീരത്തിനടുത്താണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായത്. ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഉണ്ട്. അവർ അവിടെ കുടുങ്ങിയിട്ടുള്ള നാവികരെ, അതായത് ഇതുവരെ അവിടെ കുടുങ്ങി കിടക്കുന്ന കപ്പലുകൾ ഉണ്ടായിരുന്നു, ഇതിലെ നാവികരെയൊക്കെ തന്നെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ കപ്പൽ ആക്രമിക്കപ്പെട്ടതോടുകൂടി IMO അവരുടെ ഉദ്യമം അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ വെല്ലുവിളി ഉയർത്തുന്ന മറ്റൊരു കാര്യമാണ് സീ മൈനുകൾ നീക്കം ചെയ്യാൻ അമേരിക്ക ശ്രമം നടത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായി നീക്കണമെങ്കിൽ 6 മാസത്തെങ്കിലും സമയം വേണമെന്നാണ് പെൻറ്റഗൺ വ്യക്തമാക്കുന്നത്. സീ മൈനുകൾ നീക്കം ചെയ്യുന്നതിന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പിന്തുണ ലഭിക്കുന്നുമില്ല. മറ്റൊന്ന് ട്രംപിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്. ട്രംപ് ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ ഈ 105 ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച യുദ്ധം, അങ്ങനെ ആ യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാൻ അണുവായുധം ഉപയോഗിക്കുമായിരുന്നു എന്ന കാര്യമാണ്. ഇപ്പോൾ അവരുടെ കയ്യിൽ അണുവായുധമില്ല എന്ന് പറയുമ്പോഴും അതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു വാദത്തിലേക്കാണ് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇസ്രയേലും സ്ഥിരീകരിക്കുന്നുണ്ട് ഇറാൻ്റെ പക്കൽ അണുവായുധമുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ ആകണം ഒരുപക്ഷെ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികളെ ഇറാനിലേക്ക് പ്രവേശിപ്പിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരിച്ച പ്രദേശങ്ങളിലേക്ക് അവിടെ ആരെയും പ്രവേശിപ്പിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ഇറാൻ പോകുന്നത് ഒരുപക്ഷെ അവിടെ അവരുടെ കയ്യിൽ അണ്വായുധം ഉള്ളതുകൊണ്ട് തന്നെ ആകണം. പക്ഷേ ഈ ട്രംപിൻ്റെ വെളിപ്പെടുത്തലും വളരെ ഗൗരവം ഉള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ആധി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കാരണവശാലും ഇറാൻ ആണവ ശക്തി ആകരുത് എന്നതാണ്. പക്ഷേ ഇതിനകം തന്നെ ഇറാൻ ആണവശക്തി ആയെങ്കിൽ ഇത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് മേലാകും കൂടുതൽ സമ്മർദ്ദമാകുക? ഒരുപക്ഷെ ഇസ്രായേലിനെ ഒരു നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ ഈ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ അത് അമേരിക്കയ്ക്കും അലോസരമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അതുവഴി ഇസ്രായേലിനെ ഈ യുദ്ധത്തിൽ നിന്ന് ഒന്ന്
പിന്മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുക, അങ്ങനെയുള്ള അമേരിക്കയുടെ നീക്കമാണോ, അതല്ലെങ്കിൽ ഇറാന് മേൽ കടുത്ത ഒരു നടപടിയിലേക്ക് അമേരിക്ക പോകുമോ, അതിൻ്റെ ഒരു സൂചനയാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഒരുപക്ഷെ അങ്ങനെ ആണവശേഷി ആയിട്ടുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക മുതിരും. അവിടെ നിന്നുള്ള ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക ഏറ്റെടുക്കണം എന്നുള്ളത് കരാറിൻ്റെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വെച്ച കാര്യമാണ്. അതിന് ഇതുവരെ ഇറാൻ പച്ചക്കൊടി കാട്ടിയിട്ടില്ല, അതിന് അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അത് പെസഷ്കിയാനാകട്ടെ അല്ലെങ്കിൽ അർഗാച്ചി ആകട്ടെ പല നേതാക്കളും ഇതിനകം തന്നെ ഇക്കാര്യത്തിൽ ഒറ്റ സ്വരവുമായി രംഗത്ത് വന്നു. അവരുടെ കരാറുമായി ബന്ധപ്പെട്ട് മറ്റ് പല കാര്യങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഇറാൻ്റെ നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു, അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്, സംഘർഷത്തിലേക്ക് പോവുകയാണ്. സമാധാന കരാർ വന്നുവെങ്കിൽ പോലും അതിന് അനുസരിച്ചുള്ള നടപടികളല്ല, നീക്കങ്ങളല്ല ഇപ്പോൾ ഉണ്ടാകുന്നത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രശ്നങ്ങളോ എന്ന ആശങ്കപ്പെടുന്ന കാര്യമാണ് വരുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഹോർമുസ് അടക്കം പഴയപടിയിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ.